ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കപ്പ് റവയും കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. വളരെ കുറഞ്ഞ സമയം മതി ഇതുണ്ടാക്കിയെടുക്കാൻ. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഒരു നാടൻ പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്നാക്കിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 അച്ച ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. 2 അച്ച ശർക്കരയൊക്കെ എടുത്താൽ ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ 3 അച്ച എടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരം ഉണ്ടാവും. ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് അരക്കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ശർക്കരപ്പാനി ഇവിടെ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് 1 കപ്പ് റവയാണ്. 250 ml കപ്പിന് തന്നെ 1 കപ്പ് റവ, അതുപോലെ തന്നെ 1 കപ്പോളം തേങ്ങ ചിരവിയതും എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഒരു ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, എല്ലാം തന്നെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതാ ഇതുപോലെ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നെയ്യ് നല്ല പോലെ ഒന്ന് ചൂടായി വരണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു തേങ്ങ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരുപാട് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിലത്തെ ഒരു വെള്ളപ്പറ്റ് ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. ഈ ഒരു സ്നാക്കിന് ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല, കുറച്ച് ചേരുവ മാത്രം മതി. അതുപോലെ തന്നെ എല്ലാവർക്കും തയ്യാറാക്കി നോക്കാനും പറ്റും. അപ്പോൾ തേങ്ങ ഒരുപാട് വറുത്ത് കളർ മാറരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വെള്ളപ്പറ്റ് മാത്രം മാറിയിട്ട് കിട്ടിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് മൂത്ത തേങ്ങ എടുക്കരുത്, ഒരു പച്ച തേങ്ങയൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ എടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ വെള്ളപ്പറ്റൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കരപ്പാനി നല്ലപോലെ തണുത്തിട്ടൊന്നുമില്ല കേട്ടോ, ചെറിയ ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തിളച്ചിട്ട് ഇതൊരു പകുതിയോളം ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 2 ടേബിൾ സ്പൂണോളം ശർക്കരപ്പാനി ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നല്ലൊരു ഫ്ലേവർ വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ആ ശർക്കരപ്പാനിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചിട്ട് ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റവ ചേർത്ത് കൊടുക്കുന്ന ഈ സമയത്ത് ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ട് വേണം കേട്ടോ ഇത് ഇട്ട് കൊടുക്കാനും. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റോളം ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേ ഇത് നല്ലപോലെ ഒന്ന് കുക്കായിട്ട് വരുള്ളൂ. പിന്നെ ഇതിട്ട് ആ ഒരു വെള്ളം കുറച്ചൊക്കെ ഒന്ന് വറ്റി വരും വേണം. 1 കപ്പ് റവക്ക് 1/2 കപ്പ് ശർക്കരപ്പാനി കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് എടുക്കുന്ന റവ നല്ലപോലെ വറുത്ത റവ വേണ്ടിട്ട് എടുക്കാൻ. ഇനി വറുത്ത റവയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും ജസ്റ്റ് ഒന്ന് ചൂടാക്കണം, എന്നാലുള്ളൂ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതായത് ആ വറുത്ത റവയുടെ ഒരു സ്മെല്ലൊക്കെ ഈ ഒരു പലഹാരത്തിന് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഏകദേശം 3 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നമുക്കിത് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മതി കേട്ടോ. ഇനി ഒരുപാട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ വെച്ചാൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന ആ ഒരു പാകത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നല്ലപോലെ തണുത്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയൊരു ചൂടോടുകൂടെ വേണം കേട്ടോ ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ. ഈ ഒരു പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു പാനിൻ്റെ ചൂടുകൊണ്ട് വീണ്ടും ഡ്രൈ ആവും. ഇപ്പോൾ ഇതാ ഒരുവിധം ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് എത്രത്തോളം വലിപ്പം വേണം അതിനനുസരിച്ച് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇത് നമ്മൾ കയ്യിലിട്ട് ഉരുട്ടുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. ഇതിൽ നമ്മൾ നെയ്യൊക്കെ ചേർത്തുകൊണ്ട് തന്നെ വേറെ കയ്യിൽ നെയ്യൊന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ഒരു ലഡുവിൻ്റെയൊക്കെ വലുപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും ചെറുത് വേണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം, അതല്ല കുറച്ചും കൂടെ വലുപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഇതേ വലുപ്പത്തിൽ തയ്യാറാക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ നല്ല പോലെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടോ, പൊട്ടിപ്പോവൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
ഏകദേശം നമ്മൾ 1 കപ്പ് റവ വെച്ചിട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേ വലിപ്പത്തിൽ ഒരു 12-13 ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു മധുരത്തിൻ്റെ സ്നാക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ റവയും തേങ്ങയും കയ്യിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരുപാട് ചേരുവകളില്ല, നമുക്ക് എപ്പോഴും കിട്ടുന്ന ചേരുവകൾ മാത്രം കേട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.